ഹലോ, അതെ, ആർട്ടിക്കിൾസ് ആടാണ്. ഇതാരാ? ഓക്കെ സാർ, അതിനെന്താ നമുക്ക് ആഡ് ചെയ്യാലോ. സാറിന് ബഡ്ജറ്റ് എത്രയാ? 5 കോടിയോ? ഓക്കെ സാർ, ഓക്കെ. അപ്പൊ സാർ ഒരു കാര്യം ചെയ്യും, ആ 5 കോടിന്ന് 1 കോടി ഇപ്പൊ തന്നെ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്ക്. ഓക്കെ ഓക്കെ. എന്റെ ചക്കരേ, ഉമ്മ ഭാര്യമാരായാലും ഇങ്ങനെ വേണം. ഞാൻ ഇത്രയും കാശ് മുടക്കി ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 1 ലക്ഷം രൂപക്ക് മുകളിലുള്ള ഒരു ആഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ? നിസ്സാര സമയം കൊണ്ടല്ലേ നീ 5 കോടി രൂപയുടെ ആടെങ്ങ് പിടിച്ചത്. 1 കോടി രൂപ നമ്മുടെ അക്കൗണ്ടിൽ വരുമല്ലോ. 10,000 രൂപക്ക് തിരിഞ്ഞ് അന്വേഷിച്ച് നടക്കായിരുന്നു ഞാൻ. ഇന്ന് ഞാൻ പൊളിക്കോടി. എവിടെ വന്നി? ഏത് ആട്? ഇതൊക്കെ എന്റെ ഒരു ആഗ്രഹമല്ല, അല്ലാതെ 5 കോടിയെ കൊണ്ടൊന്ന് ആര് തരാനാണ് നമുക്ക്? അപ്പൊ അതങ്ങ് പൊളിഞ്ഞ്. പിന്നെ 10,000 രൂപയാണെന്ന് ചെയ്യും. അതെ, നിന്നിന്ന് കാണാനായിട്ട് ഭയങ്കര സുന്ദരിയാണല്ലോ. അതേടി, ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ നീയാണെന്നല്ല കരുതിയത്. ഏതോ ഒരു ദേവത ഇരിക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്. ആണോ? എന്റെ കയ്യിൽ പണയം വെക്കാൻ തരാൻ ഇനി ഒന്നുമില്ല. ഇല്ലേ? ഒരു 4 മാല പോലും ഇല്ലാണ്ടാണ് നടക്കുന്നത്. എങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ, ഒരു രസൂലോട്ട് തന്നെ ഇപ്പൊ കാണാൻ. നിനക്ക് പ്രായം കൂടി വരണേ. ഏതോട്ടും ഇളവികളുടെ ലുക്കായി നിനക്ക്. പൊന്നോ, രാഷ്ട്രീയക്കാര് പോലും ഇതുപോലെ നിറമാറൂലല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിക്കണില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യും. 10,000 എന്ത് ചെയ്യും? എനിക്കൊരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നല്ലേ, ശൂലപാണി. ശൂല. കൺഗ്രാറ്റുലേഷൻസ്. നമസ്കാരം സാർ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും സാർ. ഈ മാസം മുതൽ ശൂലന്റെ ശമ്പളം ഞാൻ വെട്ടിക്കുറക്കാൻ പോവാണ്. ഞാനിവിടെ എന്ത് ചെയ്തു സാറേ? നീ ഇവിടെ ഒന്നും ചെയ്യണില്ല, അതാണ് ശമ്പളം കുറക്കാൻ പോണത്. പിന്നെ അല്ലാതെ എത്ര നേരമായി നിന്നെ ഞാൻ വിളിക്കണം. നീ എവിടെ ഇരുന്ന് എന്തെടുക്കായിരുന്നു? ഞാൻ ചോറിനായിരുന്നു സാർ. രാവിലെ 10 മണിയായിട്ടില്ല, അതിനു മുമ്പ് ഊണ് കഴിക്കണ. പൊന്ന് സാറേ, ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് എന്റെ ഭാര്യ നല്ല വാഴയില് മാമ്പഴ പുളിശ്ശേരിയും മീൻ വറുത്തതും അതിന്റെ മണം ബസ്സിൽ നിന്ന് ഇങ്ങനെ കേട്ടിട്ടില്ലേ, ഞാൻ നേരെ ഇത് പറഞ്ഞ അയച്ചു തിന്നപ്പോ എനിക്ക് സമാനായത്. അപ്പൊ ഉച്ചക്ക് കഴിക്കേണ്ട ഊണാണ് രാവിലെ കഴിച്ചത്. അതെ. ഇനി ഉച്ചക്ക് ഊണ് കഴിക്കാൻ എന്ത് ചെയ്യും? ഞാൻ വീട്ടിൽ പോകും. 60 കിലോമീറ്റർ ദൂരെ ബസ് കയറി നീ വീട്ടിൽ പോകും. എന്നിട്ട് നീ തിരിച്ചപ്പോ വരും? നാളെ കാലത്ത് വരും. ശൂല, എന്നെ കൊണ്ട് ശൂലം എടുപ്പിക്കരുത് നീ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എത്ര ദിവസമായി? 3 ആഴ്ചയായില്ലേ ആ ഷവർമയുടെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 2 ദിവസം മുമ്പ് ചെയ്തു വെച്ചാണ് സാറേ. എവിടെ ചെയ്തു വെച്ചു? എന്നിട്ട് എവിടെ? ഞാൻ കേട്ടില്ലല്ലോ. കേക്ക് എവിടെ? ഇട്ടോക്കാം. കേക്ക് വീട്ടിൽ വന്നു വർമ്മ, സ്പോട്ടിൽ തിന്നു ഷവർമ്മ, ഭാര്യയുടെ നാട് ബർമ്മ, അവരും തിന്നു ഷവർമ്മ, മോർണിംഗിൽ കാർന്നോരും കാർന്നു തിന്നു ഷവർമ്മ, ആർക്കും പ്രിയമാർന്ന ഷവർമ്മ. വീട്ടിൽ വന്നു വർമ്മ, മൊത്തം തിന്നു ഷവർമ്മ. നല്ല ഷവർമ്മകൾക്ക് എങ്ങനെയുണ്ട് സാർ? ഇത് കിടിലൻ. പക്ഷേ ഈ പരസ്യമായിട്ട് നീ ആ ഷവർമ്മ കടയുടെ മുമ്പിൽ പോയി നിൽക്കരുത്. നിന്നെ ആ കോലില് കുത്തിയിരുത്തിട്ട് അവര് ഷവർമ്മയായിട്ട് അങ്ങോട്ട് വിൽക്കും ചെത്തി. അങ്ങനെയുള്ള ഷേപ്പ് ആവട്ടെ സാറേ ശരീരം. പവിഴം ചൊല്ലറുടെ ആരുടെ ടൈറ്റിൽ സോങ് ചെയ്തോ? എവിടെ? കഥകളി കളിക്കണം. മഹിമ ചൊല്ലറുടെ പരസ്യോ? എന്ത് സാറേ? ചന്ദിനൂർ ചൊല്ലറുടെയോ? ദൈവത്തെ ഓർത്ത് ഞാൻ പറയില്ല സാറേ, ആ തെറിയായി പോവും. പറയില്ല. ഇങ്ങനെയൊന്നും അല്ല ഈ ആടൊക്കെ ചെയ്ത് പഠിക്കേണ്ടത്. ടെക്നോളജി ഒക്കെ മാറി. നീ ഇപ്പോഴും ഈ മഹിയിൽ പിടിച്ചു നിൽക്കണ. എന്നെ പൊന്ന്, ഞാൻ കഴിഞ്ഞ ആഴ്ച പുതിയൊരു ആഡ് ചെയ്തു. അത് നീയാ? പിന്നെ ഒരു മോഡലിനെ വെച്ച് നീ ആഡ് ചെയ്തോ? ഒരു അതിരപ്പള്ളിലായിരുന്നു എന്റെ ഷൂട്ട്. അപ്പൊ ഈ മോഡലില്ലേ നേരെ വന്നിട്ട് സോപ്പുമായിട്ട് വെള്ളത്തിന് മുങ്ങിട്ട് പൊങ്ങി വന്നിട്ട് പറയുന്നു, ഓക്കെ ഈ മോഡലിന് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലേ? ഞാൻ നോക്കുമ്പോ മുതല പിടിച്ചിട്ട് ഒറ്റ പോക്കും മോഡലിന്. എന്നിട്ട് ഒരു കണക്കിന് ഞാൻ മുതലയുടെ വായന്ന് മോഡലിനെ രക്ഷപ്പെടുത്തി കരക്കിട്ട് എന്നിട്ട് ആ മോഡലിന്റെ മുഖത്തേക്കൊന്ന് നോക്കണം. ഒരു ഷേപ്പില്ലാത്ത മോഡല് കണ്ട് ചിരിച്ചു. വൃത്തിയായിട്ടവന് ഈ ആർട്ടിസ്റ്റിനെയൊക്കെ വെള്ളത്തിലിറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അന്വേഷിക്കണം. ആ വെള്ളത്തില് മുതലുണ്ടോ, പാമ്പുണ്ടോ, പഴുതാരയുണ്ടോ, ചീങ്കണ്ടിയുണ്ടോ എന്നൊക്കെ.
ഈ മോഡൽ ഇറങ്ങാൻ നേരത്തെ ആ. നാട്ടുകാരൻ മേളിന്ന് പറയാണ് ആ. മുതലാന്ന്. അപ്പൊ നിനക്ക് അവരെ ഇറക്കേണ്ട കാര്യമുണ്ടോ? ഇവര് മുതലാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചേ ഈ മോഡലിനെ ആയിരിക്കും സാർ. നീയേ എന്റെ പൊന്നുമോനെ, നീ ഒരേ ഒന്നൊന്നര മുതലാണ് നീ പോയി ആ പണിയെടുക്കാൻ നോക്കിയേ. ഹലോ, വിട്ടുണ്ട്. മുതലാളി ഇവിടെ ഉണ്ട്. ആരടാ? ആവോ എനിക്കറിയാം. ഈ ടിങ് ടിങ് ടിഡിങ് എന്ന് പറയുന്നത് ഇനിഷ്യൽ ആണോ? അല്ല, ഈ ടിങ് ടിങ് ടിഡിങ് എന്ന് പറഞ്ഞാൽ ഏത് ആട് കഴിഞ്ഞിട്ടും കേൾക്കുന്ന ഒരു മ്യൂസിക് ആണ് ഷാൻ. ഈ ടിങ് ടിങ് ടിഡിങ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഷാൻ വന്ന കാര്യം പറയും. അത് ഞാൻ പ്രശസ്ത ആട് ഫിലിം മേക്കറാണ്. അതെ വൈകുന്നേരം അവൻ 2 അടിച്ചിട്ട് ആടുന്ന ഡയറക്ടർ. ഇത് എന്റെ അസിസ്റ്റന്റ് സൂർനാട് മണി. സുർണാമണി? തുർണാമണി അല്ല, സൂര്യനാട് മണി. ഇത് എന്റെ ഭാര്യയുടെ മോഡലായ മായ. മനസ്സിലായില്ല. ഭാര്യയുടെ മോഡലായ മായ. മനസ്സിലായില്ല. മായയുടെ മോഡലായ ഭാര്യ. അങ്ങനല്ല, മോഴെ എന്തോന്ന് സംഭവം? മോഡൽ ഭാര്യയും മോഡലുമായ മായ. ഹായ് മോയ. മോയെ, സോറി മായ. നിങ്ങളുടെ ഈ ആർട്ടികൾ ആർട്സിൽ നിന്ന് ആർത്തികളല്ല, ആർത്തികളാണ്. അതിൽ നിന്നും എനിക്കൊരു കോള് വന്നായിരുന്നു. എന്താ കോള്? നിങ്ങൾക്ക് പുതിയ ഒരു ആട് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഡയറക്ടർ വേണമെന്ന്. അത് കേട്ടിട്ട് വന്നതാ. താൻ ഇന്നലെ വിളിച്ച ആളല്ലേ? വിളിച്ചിരുന്നു. ഓക്കെ. നിങ്ങൾ ടീമായിട്ട് വന്നേക്കാം. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞേ, ഞാൻ ഇന്നലെ 1-2 പ്രൊഡക്ട്സിന്റെ ഇത് തന്നായിരുന്നു, ആഡ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അതിനകത്ത് നമുക്ക് ആ ബ്രഹ്മിയില്ലേ, ഓർമ്മക്കുറവിന്റെ, അത് വെച്ചിട്ട് എന്തെങ്കിലും ആട് പ്ലാൻ ചെയ്തിട്ടുണ്ട്? ലേഹ്യത്തിന്റെ അല്ലേ? ചെയ്തിട്ടുണ്ട്. എന്നാ ഒന്ന് കാണാൻ പറ്റുമോ? ഞാനാണ് ഡോക്ടർ. സാറേ, എന്റെ ഈ മുടി പോകുന്നതിന് വല്ല മരുന്ന് സാർ കാരണം വളരെ ഉപകാരം സാർ. സോറി സാർ, വെറുതെ പടി കൊടുത്ത് അടി മരിച്ചു. അവര് ചെയ്യട്ടെ. അല്ല സാർ, ഞാൻ പറഞ്ഞു വന്നത് അതായത് ഹോസ്പിറ്റലാണ് ലൊക്കേഷൻ. ഹോസ്പിറ്റലാണ്. ഞാനാണ് ഡോക്ടറായിട്ട് അഭിനയിക്കുന്നത്. ഞാനാണ് അസിസ്റ്റന്റ് സൂർണമണിയാണ് പേഷ്യന്റ്. അപ്പൊ ആടൊന്ന് കാണട്ടെ. ഓക്കെ. സൂർണമണി തട്ടേക്കർ. ഓക്കെ. അയ്യോ, നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എന്താണ് വന്നത്? അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ കുറഞ്ഞു വരുന്നു. അത് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ ഇന്ന് രാവിലെയും കൂടി ഞാൻ വിചാരിച്ചാണ് ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ അടുത്ത് പോണെന്ന്. പക്ഷെ ഓർമ്മ കുറഞ്ഞു വന്ന കാരണം ഇവിടെയല്ലേ വന്നെത്തിയത്. അതെ, മികച്ച ഓർമ്മശക്തിക്ക് നിത്യബ്രഹ്മി റിലേ ഓയിൽ. റിലേ പോകാതെ റിലേ ആയിരിക്കും. ഇങ്ങനെ വേണം ആഡ് ചെയ്യാനായിട്ട്. സാറേ, ഇത് നമുക്ക് അതിരപ്പള്ളിയിൽ ഷൂട്ട് ചെയ്തല്ലോ. നിനക്ക് മുതലൊക്കെ തീറ്റ കൊടുത്ത് മതിയായില്ലേ? മാറി കിടന്നത്. അടിപൊളി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ആഡ് ഞാൻ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സെലിബ്രിറ്റിനെ വെച്ചിട്ടാണ്. തീർച്ചയായിട്ടും വേണം സാർ. സാർ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? സിനിമാ നടൻ നോബി. ആര്? സിനിമാ നടൻ നോബി. സോറി, പുള്ളി ഡബിൾ എം ആണ്. അതാണ് കല്ലടിക്കുന്നത്. 2 പ്രാവശ്യം എഴുതി തോറ്റുപോയി. ഡബിൾ അടിക്കുന്നതാണ്. അല്ല, ഈ സാർ ഉദ്ദേശിച്ച സിൽമാടൻ ആണോ? അത് തന്നെ. ഓക്കെ. നോബി വിളിച്ച വരുമോ? വിളിച്ചാ വരുമെന്ന് ഒരു പണിയില്ലാതെ എഴുതിക്കണല്ലേ. നോബി, നമുക്കതങ്ങ് ചെയ്താലോ? വരണം സാർ. ഇവിടെ ചെയ്തോ? നമ്മുടെ പ്രോജക്റ്റ് ഡയറക്ടറൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് പ്ലാൻ ചെയ്തോ. നിങ്ങൾ പ്ലാനിങ്. നമസ്കാരം. ഹലോ, നമസ്കാരം. ഞാനാണ് അസിസ്റ്റന്റ്. നിങ്ങളൊക്കെ പ്രായത്തിൽ മൂത്തതാണ്, എന്നാലും നമസ്കാരം. ആദ്യമായിട്ട് ഞങ്ങൾ ഒരു പ്രോഡക്റ്റ് സാറിന്റെ കയ്യിലേക്ക് തരും. അപ്പൊ സാറിന്റെ വീട്ടിലേക്ക് സാറിന്റെ ബദ്ധശത്രു വന്ന് കയറുമ്പോ സാർ ആട്ടിപ്പായിക്കുന്നു. അങ്ങനെ ഒരു ആട്ടൽ നമുക്ക് കിട്ടണം. അതാണ് ഫസ്റ്റ് സീൻ. ശ്രദ്ധിക്കുക, ഞാനൊരു പ്രോഡക്റ്റ് സാറിന്റെ കയ്യിലേക്ക് തരും. സാറിന്റെ ഒരു ആട്ടം. ഓക്കെ, ഒരു ഭാ. ഓക്കെ. നോബിയാട്ടിയ എള്ളെണ്ണ ഗുണത്തിലും മണത്തിലും. ചക്കിലാട്ടി വെളിച്ചെണ്ണല്ലേ? അങ്ങനെയല്ലേ? എടാ, അത് നീ ആട്ടുമ്പോ. ഇതാണ് സാർ ഫസ്റ്റ് സീൻ. അല്ല, ചേട്ടൻ എന്നെ വിളിച്ചിട്ടല്ലേ ഞാൻ വന്ന? അല്ല, ഇത് ചെയ്യാനാണോ വിളിച്ചത്? ഇതാണ് പരസ്യം. നോബിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാറിക്കോളൂ. ഒരു
നോബിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ എണ്ണയുടെ പ്രശ്നം ഞാൻ ചെയ്യാം. ഈ എണ്ണയുടെ പരസ്യമല്ല ചെയ്യേണ്ടത്, ആ എണ്ണ ഒഴിച്ചു വെക്കുന്ന കന്നാസ് 5 കിലോ കന്നാസ്. എന്ത് സാർ ഇത്? ഇപ്പൊ കറക്റ്റ് കൈയുള്ള കന്നാസായി. ഇനിയൊന്നും അങ്ങോട്ട് മാറി. അതെ, അല്ല കേട്ടാ, ഞാൻ ചേട്ടൻ വിളിച്ചപ്പോ ഞാൻ വെച്ച് വേറെ ഒന്നും വിചാരിച്ചു. നോബിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞങ്ങള് ശ്വേതാമേനോനെ വെച്ച് ചെയ്തോളാം. മോനെ, പുള്ളിക്കാരനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പരസ്യം എങ്ങനെ മാറ്റാൻ പറ്റും? ഒരു ചെറിയ ചേഞ്ച് വേണ്ടി വരും. എങ്ങനെയാണ്? അതായത് ചേച്ചി രതി നിർവേദ സിനിമയിലെ അരിയാട്ടലാണല്ലോ ഹൈലൈറ്റ്. അതെ, നമുക്ക് അരി എടുത്ത് മാറ്റിയിട്ട് അവിടെ കോപ്പറേറ്റ് കൊടുക്കാം. ഒരു 5 കിലോ വെളിച്ചെണ്ണ അവിടെ ഇരുന്നാട്ടിക്കോട്ടെ. ഒരു കാക്കിലെ വെളിച്ചെണ്ണ എനിക്ക് വീട്ടിലേക്ക് പറഞ്ഞെന്നുള്ളൂ. അല്ല, അപ്പൊ ഇതിപ്പം എന്ത് ചെയ്യാൻ പറ്റും? നോബി ഒന്ന് വിട്ടോ. അല്ല, അങ്ങനെ അവരൊന്നും വരുമൊന്നുമില്ല. എന്താണ്? അവരൊന്നും വരുമൊന്നുമില്ല കേട്ടോ. ആ, നിങ്ങൾ എന്ത് വിചാരിച്ചു ഇത്രയും ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഇങ്ങനത്തെ പരസ്യം ചെയ്യാന്നാ? പിന്നെ ഭയങ്കര മോശമാണ്. ഞാൻ ചേട്ടന് ഇത്തിരി പരിചയത്തിന്റെ പുറത്താണ് ഞാൻ വന്നത് കേട്ടോ. അതെ, ഇത് ഭയങ്കര മോശമായി പോയി. അല്ല, നമ്മുടെ പ്രോഡക്റ്റിന് നിങ്ങൾ കുറ്റം പറയും. അങ്ങനെ എന്താ, അത് ഭയങ്കര മോശമായി പോയി. ഇപ്പൊ ചേച്ചിയെ വിളിച്ചിട്ട് വെളിച്ചെണ്ണ കിട്ടണം, എന്ത് മോശം അത്. അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റോ ഇല്ലയോ? എനിക്ക് പറ്റില്ല, പറ്റില്ല. പറ്റില്ല, പറ്റില്ല തന്നെ പറഞ്ഞ. നോബി വീണ്ടും ആട്ടിയ എണ്ണം.